ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹ്യൂമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ +2 ഹിസ്റ്ററിയുടെ എക്സാം ആയിരുന്നു. നല്ലൊരു എക്സാം തന്നെ ആയിരുന്നു കേട്ടോ. വളരെ സുഖകരമായിട്ടൊരു എക്സാം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേ എക്സാമിന് നമുക്ക് ഒരു കട്ടുള്ള ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ 2-3-4 തവണയായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ നമുക്കതിൽ ഉത്തരം എഴുതാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായത്. ഓക്കെ, വൺ വേർഡുകളാണെങ്കിലും ഒക്കെ റിപ്പീറ്റേഷൻ തന്നെയാണ്. ഹിമാക്സ് ചാനൽ ഞാൻ തുടങ്ങിയതിന് ശേഷം ഒരു ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും. സത്യം പറഞ്ഞാല് അതിൽ നിന്ന് ഒട്ടുമിക്ക ഭാഗങ്ങളും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്നെ ഫോളോ ചെയ്തവര്, ചാനൽ കൃത്യമായിട്ട് വാച്ച് ചെയ്തവർക്ക് ഒരു 60-ന്റെയും 50-ന്റെയും ഇടയിൽ മാർക്ക് മേടിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതിനുള്ള ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 12ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 8 മാർക്ക്, 5 മാർക്ക്, 4 മാർക്ക്, 3 മാർക്ക്, 2 മാർക്ക്, ഇതിലെല്ലാം ചോദിച്ചിട്ടുള്ള ഭൂരിഭാഗം ക്വസ്റ്റ്യൻസുകളും നമ്മുടെ ഹ്യൂമാക്സ് വഴി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത ഭാഗമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുള്ളത് മാച്ച് ദ ഫോളോയിങ് ആണ്. മുൻപുള്ള എക്സാമിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇതിൽ വലിയൊരു സിംപ്ലിസിറ്റി എന്താ അറിയോ? മുൻപൊക്കെ 3 കോളായിരുന്നു. 3 കോളം ചോദിച്ചു വന്നാലേ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിൽ നിന്ന് മാറി അത് 2 കോളമായിട്ട് മാറി എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നമ്മൾ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്ന് കൗടില്യൻ, മറ്റൊന്ന് അതിന്റെ തൊട്ടു താഴെ കോളത്തിൽ ഹരിസേനൻ, തൊട്ടു താഴെ പ്രഭാവതി ഗുപ്ത, ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരു കോളവും, മറ്റൊരു കോളത്തിൽ വാക്കടകന്മാർ, ബ്രഹ്മിലിപി, അർത്ഥശാസ്ത്രം, പ്രയാഗ പ്രശസ്തി. ഇത് 4ഉം നമ്മൾ കുറച്ച് തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാണ് കൃത്യമായെന്ന് മനസ്സിലാവുന്നതാണ് എനിക്ക് മനസ്സിലായത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം, ഹരിസേനൻ പ്രയാഗ പ്രശസ്തിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. പ്രഭാവതി ഗുപ്ത വാക്കടകന്മാരുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്നത് ബ്രഹ്മലിപിയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയാണ് ഇതിനെ തരംതിരിക്കേണ്ടത്. ഞാനിതിൽ സ്ക്രീനിൽ കൃത്യമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. 2 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 ഉത്തരം എഴുതിയാൽ മതി. നോക്കൂ നിങ്ങൾ, 2ാമത്തെ ചോദ്യം, ഖ്വാജ മൊയ്നുദ്ദീന്റെ ആരാധനാലയം സന്ദർശിച്ച ആദ്യ സുൽത്താൻ ആരായിരുന്നു? ആൻസർ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നാണ്. എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മാർക്ക് കിട്ടും. നോക്കൂ നിങ്ങൾ, 3ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളതിൽ രാജകീയ ചരിത്രകാരൻ ആരാണ്? സിയാവുദ്ദീൻ ബാറാണിയാണ്, അല്ലെങ്കിൽ ബറാണി എന്നതിൽ എഴുതിയിട്ടുള്ളത് ബാറാണി എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, സിയാവുദ്ദീൻ ബാറാണിയാണ് അതിന്റെ ആൻസർ. അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ രാജകീയ ചരിത്രകാരനായിരുന്നു പറയപ്പെടുന്നുണ്ട്. 4ാമത്തെ ചോദ്യം, അക്ബറിന്റെ ധനകാര്യ മന്ത്രിയെ കണ്ടെത്തുക. അദ്ദേഹം രാജ ടോട്ടർമാൾ എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹുമയൂൺ നാമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗുൽബദൻ ബീഗം എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. 6ാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആര്? അതിന്റെ ആൻസർ മാർത്താണ്ഡവർമ്മ എന്നാണ്. 7ാമത്തെ ചോദ്യം, വരണ്ട പ്രദേശം ഭൂമിശാസ്ത്ര സവിശേഷതയായ തിണയെ കണ്ടെത്തുക, അല്ലെങ്കിൽ തിണയെ പറയുന്ന പേരെന്തായിരുന്നു? ആൻസർ പാലൈ എന്നാണ്. പാലൈ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം, 4 ചരിത്ര സംഭവങ്ങൾ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ 4 ചരിത്ര സംഭവങ്ങൾ ഏതാണ് ആദ്യം സംഭവിച്ചത്, അതിനുശേഷം ഏതാണ്, ഇങ്ങനെ കാലഗണനാക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നോക്കുകയാണെങ്കിൽ കയ്യൂർ സമരം, ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം, ഇങ്ങനെ 4 സംഭവങ്ങളാണ് ടോട്ടലി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആദ്യം സംഭവിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹവും, പിന്നീട്
തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരവും, പിന്നീട് കയ്യൂർ സമരവും, ലാസ്റ്റ് പാലിയം സത്യാഗ്രഹവും. ഈ രീതിയിലാണ് ഇതിനെ തരംതിരിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മാപ്പാണ്. നിങ്ങൾ മാപ്പ് കാണുന്നുണ്ടോ സ്ക്രീനിൽ? ഇതില് സാഞ്ചി, ലുംബിനി, അമരാവതി ഇതൊക്കെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3 സ്ഥലങ്ങൾ അടുത്തടുത്തും, 1 മാത്രമാണ് കുറച്ച് അകലെയുള്ളത്. ബാക്കിയൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ്. ഇത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയവർക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് മാപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇവിടെ അങ്ങോട്ട് എസ് എ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യാത്തൊരു ഭാഗമാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തിട്ടുള്ള ഭാഗമാണ്. ഓരോ കാര്യങ്ങളും 1900 കലാപം, അതുപോലെ തന്നെ സാന്താൽ കലാപം, അബുൽ ഫസൽ, അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യം, അതുപോലെ തന്നെ പുരാവസ്തു ഗവേഷണം, ഹാരപ്പൻ ലിപി. ഹാരപ്പൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, എസ് എ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ സവിശേഷതകൾ 1ാമത്തെ ചാപ്റ്റർ തന്നെ ഉള്ളതാണ്. ഓക്കെ, ചുവടെ നൽകിയുള്ള സൂചന അടിസ്ഥാനമാക്കി ഫ്രാങ്കോയിസ് ബെർണിയാൻ 3 ചരിത്രകാരന്മാരെ കുറിച്ച് നമ്മൾ കഴിയുന്ന പോലെ ഒരു ചെറിയൊരു വിവരണം തയ്യാറാക്കി പോകണം ഞാൻ പറഞ്ഞിരുന്നു. 32ാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിജിയാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ഉള്ളത്. നമ്മൾ പറയാതെ പോയ ഒരു ഭാഗവും ഇല്ല എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മള് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സ്തൂപങ്ങൾ, 19ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്തൂപങ്ങളാണ്. 20 റൈറ്റ് വാലി, 21ാമത്തെ ക്വസ്റ്റ്യൻ വിഭജനവും സ്ത്രീകളും എന്നുള്ള ഭാഗമാണ്. പ്രത്യേകം ഞാനതിൽ പഠിക്കാൻ പറഞ്ഞൊരു ഭാഗമായിരുന്നു അത്. 22 ഹാരപ്പൻ സംസ്കാരത്തിന്റെ അധപതനം എങ്ങനെയായിരുന്നു. 23 പുരാതന ഇന്ത്യയിലെ സ്വത്തവകാശ നിർണയം, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഓക്കെ, 24 വിജയനഗരത്തിൽ കാണപ്പെട്ട രാജകീയ ഗ്രന്ഥ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. വിജയനഗര സാമ്രാജ്യമാണ് അവിടെ ചോദിക്കുന്നത്. 25 മുഗൾ കാലത്തെ ദിനവൃത്താന്തങ്ങൾ, നമ്മളന്ന് അക്ബർ നാമ, ബാദുഷാ നാമയൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതായിരുന്നു അവിടെ എഴുതേണ്ടിയിരുന്നത്. മഗധയുടെ ഉദയത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ തലസ്ഥാനത്തിന്റെ പ്രത്യേകതകൾ, അവരുടെ ഭൂമിശാസ്ത്രമായ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായ സംഭവങ്ങൾ, 1880 കലാപമാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഉള്ളത്. ഓരോ കാര്യം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ്, എഴുതിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. ഇതില് 1 വേർഡുകൾ എല്ലാം എഴുതി ഉറപ്പല്ലേ എന്ന് ഉറപ്പിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.